അപ്പൊന്ന് മനുഷ്യന്മാര് രണ്ട് കാര്യമാണ് ദുനിയാവ് തേടിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് റിസ്ക്, സമ്പത്തുണ്ടാവണം. രണ്ടാമത്തേത് രോഗമില്ലാത്ത ദീർഘായുസ് ഉണ്ടാവണം. അതിനെന്താ ചെയ്യാ? കച്ചവടത്തിനും കൃഷിക്കും സാമ്പത്തിക ഇടപാടുകൾക്കും അന്നം തേടിപ്പോകുന്നവൻ ഹലാലും ഹറാമും നോക്കൂല. എല്ലാവരും അല്ല, ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെയാണ്. എങ്ങനെ എളുപ്പത്തിൽ കൂടുതൽ കിട്ടും, അതിനുള്ള കുറുക്ക് വഴി എന്താണ്? ഹലാലോ ഹറാമോ നോട്ടൽ. അങ്ങനെ ഓടുകയാണ് മനുഷ്യൻ. റിസ്ക് തേടി ജമാഅത്തിന് പോകില്ല, നിസ്കരിക്കൂല, സമയത്തിന് നിസ്കരിക്കൂല. എന്നിട്ട് എന്താ പണി? റിസ്ക് തേടി പോവുകയാണ്. ഇതൊക്കെ അവിടെ വിട്ടുപോവുകയാണ്. അങ്ങനെ മനുഷ്യൻ അന്നം തേടി പോകുന്നു. അതുപോലെ ആരോഗ്യം കിട്ടണം, ദീർഘായുസ് ഉണ്ടാവണം, രോഗത്തിൽ നിന്ന് മുക്തി ഉണ്ടാകണം. അതിനെന്താ? വീട്ടിൽ വെച്ച് 10,000 കൊടുത്ത് എക്സസൈസ് ചെയ്യാനുള്ള മെഷീനുകൾ വാങ്ങുന്നു, ജിമ്മിൽ പോയി 1000 ഫീസ് കൊടുക്കുന്നു, ഒന്നുമില്ലാത്ത റോട്ടുമ്പോൾ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെ നേരം നടക്കുന്നു, കളികളിൽ ഏർപ്പെടുന്നു, എക്സസൈസുകൾ ഏർപ്പെടുന്നു, ജിമ്മിൽ പോകുന്നു. ഇതൊക്കെ എന്തിനാണ്? ആയുസ് കൂടാനാണ്. പക്ഷേ ഇതൊന്നും വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുത്തഫഖുൻ അലൈഹി ഹദീസ്, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി, ഒരാൾക്ക് തന്റെ റിസ്ഖിൽ, തന്റെ അന്നത്തിൽ, അല്ലാഹുവിൽ നിന്ന് കിട്ടുന്ന വിഭവത്തിൽ വിശാലത നൽകപ്പെടണം എന്നാരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, വിശാലത ഉണ്ടായിക്കൊള്ളുന്നില്ല, വിശാലത ഉണ്ടായാൽ കുറച്ച് അടങ്ങാറാണ്. ഇനി അങ്ങനെ ആർക്കുണ്ടെങ്കിൽ അവൻ വയുൻസഅലഹു ഫീ അസരിഹി, തന്റെ അസറിൽ, അതായത് തന്റെ അടയാളം എന്നാൽ തനിക്ക് അള്ളാഹു നിശ്ചയിച്ച ആയുസ്, ഈ ആയുസ് നീട്ടപ്പെടണം എന്നുദ്ദേശിക്കുന്നുവെങ്കിൽ, അപ്പൊ അള്ളാഹു നേരത്തെ കണക്കാക്കിയ ഒരു ആയുസ് ഉണ്ട്. ആ ആയുസ് നീട്ടി അള്ളാഹു തന്നെ നീട്ടിത്തരുന്ന ചില വിഷയങ്ങളുണ്ട്. അപ്പൊ അള്ളാഹു നേരത്തെ കണക്കാക്കിയതല്ലേ? ആണ്. അപ്പൊ നേരത്തെ കണക്കാക്കിയത് പിന്നെ മാറ്റം വരുമോ? അപ്പോ അള്ളാഹു നേരത്തെ കണക്കാക്കിയ കാര്യങ്ങളുണ്ട്, വർഷത്തിൽ കണക്കാക്കുന്ന കാര്യങ്ങളുണ്ട്, ആഴ്ചയിൽ കണക്കാക്കുന്ന കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഹദീസുകളിൽ വേറെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഹദീസുകൾക്കെതിരാണോ സലാഖത്തിനെതിരാണെന്നല്ല, എതിരല്ല, അതിനനുകൂലമാണ്. അപ്പം റിസ്ഖിൽ വിശാലത കിട്ടാനും ആയുസ് നീട്ടപ്പെടാനും ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയസിൽ റഹിമ, അവൻ രക്തബന്ധം ചേർത്ത്. ജിമ്മ് പോണ്ടാന്നല്ല, നടക്കണ്ടെന്നല്ല, അതൊക്കെ ഭൗതികമായ കാര്യങ്ങളാണ്.